അപ്പോൾ നമ്മൾ എച്ച് പാരാമീറ്റർ മോഡൽസ് എല്ലാം പഠിച്ചു. ഇൻപുട്ട് ഇംപീഡൻസ് എന്ന് പറയും. ഇപ്പം എച്ച് ഐ എന്ന് പറയുന്നതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഓമിലായിരിക്കും. ഇംപീഡൻസ് ആണ്, ഓമാണ്. ഇതൊരു യൂണിറ്റ് ലെസ്, ഡയമെൻഷൻ ലെസ് ആണ്. ദറ്റ് ഈസ് കറണ്ട് ഗെയിൻ ആണ്. രണ്ടും ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് കറണ്ട് ആണ്. ഇതും ഡയമെൻഷൻ ലെസ് ആണ്. ഗെയിൻ എന്ന് പറയുന്നത് വോൾട്ടേജ് ബൈ വോൾട്ടേജ് ആണ്, യൂണിറ്റ് ലെസ് ആണ്. ദിസ് ഈസ് അഡ്മിറ്റൻസ്. ഇതിൻ്റെ യൂണിറ്റ് എന്തായിരിക്കും? ഓം ഇൻവേഴ്സ് ഓർ മോ ആയിരിക്കും അഡ്മിറ്റൻസിൻ്റെ യൂണിറ്റ്. അപ്പം അത്രയാണ് അതിലുള്ളത്. ഇനി നമുക്ക് എച്ച് ഇക്വലൻറ്റ് സർക്യൂട്ട് ഓഫ് ട്രാൻസിസ്റ്റർ, ബി ജെ ടിയുടെ എച്ച് ഇക്വലൻറ്റ് ഓർ ഹൈബ്രിഡ് ഇക്വലൻറ്റ് എങ്ങനെയാണെന്നാണ് ഇനി നോക്കുന്നത്. ഇവിടെ ഒരു ഹൈബ്രിഡ് ഇക്വലൻറ്റ് ഫിഗർ നമുക്ക് കാണാം. എങ്ങനെയാണ് ഈ ഫിഗർ, എങ്ങനെയാണ് നമുക്ക് ഈ സർക്യൂട്ട് ഡയഗ്രം, ഇക്വലൻറ്റ് സർക്യൂട്ട് കിട്ടുന്നതെന്ന് നോക്കാം. ഇവിടെ നമ്മുടെ കയ്യിലുള്ള ഇക്വേഷൻ, രണ്ട് ഇക്വേഷൻസ് ആണ് ഉള്ളത്. V1 ആൻഡ് I2 ആർ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസ്, ഡിപ്പെൻഡ്സ് ഓൺ I1 ആൻഡ് V2. അത് നമ്മൾ പറഞ്ഞു. പാരാമീറ്റേഴ്സ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അതായത് ഫസ്റ്റ് പാരാമീറ്റർ എച്ച് ഐ എക്സ് എന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട. എച്ച് ഐ എന്ന് പറയുന്നത് ഇൻപുട്ട് ഇംപീഡൻസ് ആണ്. ദെൻ എച്ച് ആർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഗെയിൻ, വോൾട്ടേജ് ഗെയിൻ ആണ്. ദെൻ എച്ച് എഫ് ഇസ് എന്താണ്? ഫോർവേഡ് കറണ്ട് ഗെയിൻ. എച്ച് ഒ ഇസ് ഔട്ട്പുട്ട് അഡ്മിറ്റൻസ് ആണ്. അപ്പോൾ ഈ 4 പാരാമീറ്റേഴ്സ്, ഇംപിഡൻസ്, ഗെയിൻ ആൻഡ് അഡ്മിറ്റൻസ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ ഈ 2 ഇക്വേഷൻസ് നമ്മൾ എങ്ങനെയാണ് സോൾവ് ചെയ്യാൻ പോവാണ്. ഇപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് ഒരു വോൾട്ടേജ് ഇക്വേഷനാണ്. വോൾട്ടേജ് ഇക്വേഷൻ എന്ന് പറയുന്നത് സർക്യൂട്ടിൻ്റെ ഇൻപുട്ടിലെ വോൾട്ടേജ് V1 ഇസ് എ സം ഓഫ് സംതിങ്. 2 ടേംസിൻ്റെ സമ്മായിട്ടാണ് നമ്മുടെ വോൾട്ടേജ്, ഇൻപുട്ട് വോൾട്ടേജ് വരുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കുക, ഫസ്റ്റ് പോർട്ട്, ദാറ്റ് ഈസ് പോർട്ട് 1, the potential is Vi or V1. അങ്ങനെ നമുക്ക് എഴുതാം. V1 is എന്താ? KVL ഓഫ് ഇൻപുട്ട് ലൂപ്പാണ്. KVL എന്ന് പറഞ്ഞാൽ ആൾജിബ്രായിക് സം ഓഫ് വോൾട്ടേജസ് ഈക്വൽ ടു 0 ആണ്. അപ്പം നമ്മളിവിടുത്തെ KVL, ഫസ്റ്റ് ലൂപ്പിൻ്റെ KVL എഴുതുന്നു. ഫസ്റ്റ് ലൂപ്പ് എന്ന് പറയുന്നത് ഇതാണ്, ഈ ഒരു ലൂപ്പാണ്. ഈ ലൂപ്പിൻ്റെ കറണ്ട് നമുക്കറിയാം I1 ആണ്. ഇൻപുട്ട്, അതായത് ഇൻപുട്ട് പോർട്ടാണ്. അതിൻ്റെ വോൾട്ടേജ് V1 ആണ്. സോ V1 ഈസ് എ സം ഓഫ് എന്ത് വരും? ഈ KVL എഴുതി നോക്കിയേ. KVL ഒക്കെ എഴുതാൻ നമ്മൾ പഠിച്ച V1 അല്ലെങ്കിൽ VI ഇസ് എ ഇൻപുട്ട് ഇംപിഡൻസ്. V1 ഈസ് സം ഓഫ് I1 ഇൻറ്റു HIX. HIX എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഇറ്റ് ഈസ് എൻ ഇംപിഡൻസ് ആണ് HIX. സോ I1 ഇൻറ്റു Z1 അല്ലെങ്കിൽ HIX. നമ്മൾ I ഇൻറ്റു R അല്ലെങ്കിൽ I ഇൻറ്റു Z എന്ന് എഴുതത്തില്ലേ, അതേ എഫക്റ്റ് തന്നെയാണ്. ദാറ്റ് ഈസ് V1 ഇസ് ഈക്വൽ ടു, ഈ ലൂപ്പാണ് എഴുതുന്നത്, V1 ഇസ് ഈക്വൽ ടു I1 ഇൻറ്റു HI. HI എന്ന് പറയുന്നത് ഇൻപുട്ടിലെ ഇംപിഡൻസ് ആണ്. സോ I ഇൻറ്റു ഇംപിഡൻസ് എന്ന് പറയുന്നത് വോൾട്ടേജ് ആണ്. പ്ലസ് എന്തോ വരും, ഇവിടെ എന്തൊക്കെയാണ് പിന്നുള്ള ഒരു സാധനം എന്ന് പറയുന്നത് എന്താ? ഇറ്റ് ഈസ് നമ്മൾ പഠിച്ചു, വോൾട്ടേജ് ഡിപ്പെൻഡൻറ്റ് വോൾട്ടേജ് സോഴ്സ്. ഇറ്റ് ഈസ് എ വോൾട്ടേജ് സോഴ്സ്. നമ്മളിങ്ങനെ പഠിച്ചതാണ്. ഡിപ്പെൻഡൻറ്റ് സോഴ്സ് ആണ്. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ എന്താണ്? വോൾട്ടേജ് ഓഫ് സെക്കൻഡ് പോർട്ട് V2 അല്ലെങ്കിൽ വോൾട്ടേജ് ഓഫ് ഔട്ട്പുട്ട് പോർട്ട്. അതുകൊണ്ടാണ് VO എന്ന് എഴുതിയിരിക്കുന്നത്. അല്ലെങ്കിൽ നമുക്കിത് V2 തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇറ്റ് ഈസ് V1 ഈസ് എ സം ഓഫ് I1 ഇൻറ്റു HI പ്ലസ് HR ഇൻറ്റു V2. ക്ലിയർ ആയോ? V1 ഈസ് HI ഇൻറ്റു I1. HI ഈസ് ഇംപിഡൻസ് ഇൻറ്റു I1 ഇൻപുട്ട് കറണ്ട്. ദെൻ പ്ലസ് HR ഇൻറ്റു V2. HR ഈസ് എ വോൾട്ടേജ് ഗെയിൻ. അപ്പം HR ഇൻറ്റു V2 ഈസ് എ ഡിപ്പെൻഡൻറ്റ് വോൾട്ടേജ് സോഴ്സ്. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ Vout or voltage of second port, or V1 is equal to VI. ഇത്രയാണ് കാര്യങ്ങളുള്ളത്. ദെൻ അപ്പം നമുക്ക് ഫസ്റ്റ് ലൂപ്പിൻ്റെ ഇക്വേഷൻ കഴിഞ്ഞു. KVL ഓഫ് ഇൻപുട്ട് പോർട്ട് എഴുതിയപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇക്വേഷനായി. ദെൻ സെക്കൻഡ് ഇക്വേഷൻ എന്ന് പറയുന്നത് I2 എന്ന് പറയുന്ന ഇക്വേഷൻ. I2 എന്ന് പറഞ്ഞാൽ എന്താണ്? കറണ്ടാണ്. കറണ്ടിനെ 2 പ്രോഡക്ട്സിൻ്റെ സമ്മായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ കറണ്ട് എന്ന് പറയുന്നത് ഏത് റൂളാണ്? കിർച്ചോഫ്സ് കറണ്ട് ലോ ആണ്. KCL ഓഫ് സെക്കൻഡ് പോർട്ട് അല്ലെങ്കിൽ ഈ സെക്കൻഡ് പോർട്ട് അല്ലെങ്കിൽ ഔട്ട്പുട്ട് പോർട്ടിൻ്റെ എന്താണ്? KCL ഓഫ് ദിസ് പോർട്ടാണ് എഴുതുന്നത്. നോഡ് ഇക്വേഷൻ എഴുതുമ്പം എന്ത് വരും? ഈ ഒരു പർട്ടിക്കുലർ നോഡിൽ കറണ്ട് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് IO ഈസ് നത്തിങ് ബട്ട് I2.
ഇത് സെക്കൻഡ് പോർട്ടിലെ കറണ്ട് ടു ദ സർക്യൂട്ടാണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു. സോ I2 ഈസ് ഓൾസോ എന്ത് തന്നെയാണ്, IO ഔട്ട്പുട്ട് കറണ്ട് തന്നെയാണ്. സോ I0 ഓർ I2 ഈസ് ദ സം ഓഫ് എന്താണ്, ഇവിടെ വന്ന് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുവാണ്. രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു എന്തിലേക്കൊക്കെയാണ്, HOയിലേക്ക്. HO ഈസ് നത്തിങ് ബട്ട് ഇറ്റ് ഈസ് എൻ അഡ്മിറ്റൻസ്. HO ഈസ് I2/V2. HO എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, H22 തന്നെയാണ്. ദറ്റ് ഈസ് I2/V2 ഈസ് അഡ്മിറ്റൻസ്. അഡ്മിറ്റൻസ് ആണ് നമ്മളിവിടെ കണക്ട് ചെയ്തിരിക്കുന്നത്. അഡ്മിറ്റൻസ് ആണ് ഇങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്നത്, HO. ദെൻ HO ആൻഡ് എന്താ, ഇവിടോട്ട് കറണ്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ദറ്റ് ഈസ് HF ഇൻറ്റു I1. നമ്മൾ ഓൾറെഡി പഠിച്ചു, HF ഈസ് എ കറണ്ട് ഗെയിൻ. ദറ്റ് ഈസ് I2/I1 ആണ് HF എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ കറണ്ട് ഗെയിൻ. സോ നമുക്കവിടെ കണക്ട് ചെയ്യാൻ പറ്റുന്ന എലമെൻ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കറണ്ട് കൺട്രോൾഡ് കറണ്ട് സോഴ്സ്. കറണ്ട് കൺട്രോൾഡ് എന്താണ്, കറണ്ട് കൺട്രോൾ ചെയ്യുന്നത്, ഏത് കറണ്ട് കൺട്രോൾ ചെയ്യുന്നത്, I1 ഇസ് ദ ഇൻപുട്ട് കറണ്ട്. ഇൻപുട്ട് കറണ്ട് കൺട്രോൾ ചെയ്യുന്ന ഒരു കറണ്ട് സോഴ്സാണ് ഏത്, HF ഇൻറ്റു I1. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണ് ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ട്രാൻസിസ്റ്ററിൻ്റെ. ഇനി ഇതൊരു ട്രാൻസിസ്റ്ററായിട്ട് മാറുമ്പം അല്ലെങ്കിൽ BJT ആയിട്ട് മാറുമ്പം അതിൻ്റെ ഇൻപുട്ട് പോർട്ട് നമ്മൾ ബേസ് എമിറ്റർ ജംഗ്ഷൻ, നമുക്കൊരു കോമൺ എമിറ്ററിൻ്റെ കോൺഫിഗറേഷനാണ് പഠിക്കാനുള്ളത്. കോമൺ എമിറ്ററാണ് ആംപ്ലിഫയേഴ്സായിട്ട് വരുന്നത്. സോ കോമൺ എമിറ്ററാണ് പഠിക്കാനും സിലബസിലുള്ളത്. സോ നമ്മൾ കണക്ട് ചെയ്യുമ്പം നമ്മൾ ഓൾറെഡി പൊട്ടൻഷ്യൽ ഡിവൈഡർ ബയസ് ഒക്കെ ക്ലിയർ ആയി കുറേ ക്വസ്റ്റ്യൻസ് ചെയ്തതാണ്. അപ്പം ബേസ് എമിറ്റർ ജംഗ്ഷൻ എന്ന് പറയുന്നതാണ് ഇൻപുട്ട് വരുന്നത്. കളക്ടർ എമിറ്റർ ജംഗ്ഷനാണ് ഔട്ട്പുട്ട് പോർട്ട് വരുന്നത്. സോ ഒരു ട്രാൻസിസ്റ്റർ കോമൺ എമിറ്റർ ആംപ്ലിഫയർ ആയിട്ട് വരുമ്പം എങ്ങനെയാണ് BJTയുടെ സർക്യൂട്ട് മോഡൽ എന്നൊക്കെയാണ് നമുക്കിനി പഠിക്കാനുള്ളത്. അപ്പോൾ നിങ്ങൾ ഫിഗർ നോക്കുക. ദിസ് ഈസ് എ ഹൈബ്രിഡ് മോഡൽ ഓഫ് എ ജനറൽ ആംപ്ലിഫയർ. ഞാൻ ഓൾറെഡി പറഞ്ഞു കോമൺ എമിറ്റർ ആംപ്ലിഫയർ ആണ് നമുക്ക് വേണ്ടത്. അപ്പം ജനറലി കോമൺ എമിറ്റർ ആണ് ആംപ്ലിഫിക്കേഷൻ പർപ്പസിന് ഉപയോഗിക്കുന്നത്, ബിക്കോസ് അതിൻ്റെ പവർ ഗെയിൻ ഹൈ ആണെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ദെൻ നമുക്ക് ഇവിടെ ഒരു ട്രാൻസിസ്റ്ററിൻ്റെ ട്രാൻസിസ്റ്റർ ആംപ്ലിഫയറിൻ്റെ H പാരാമീറ്റേഴ്സ് യൂസ് ചെയ്തുള്ള അനാലിസിസ് ആണ്. അതിൻ്റെ മൊത്തം ഓവറോൾ സിസ്റ്റത്തിൻ്റെ ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ സിസ്റ്റത്തിൻ്റെ ഗെയിന്, ഇൻപുട്ട് ഇമ്പിഡൻസ്, ഔട്ട്പുട്ട് ഇമ്പിഡൻസ്, അങ്ങനെയുള്ള വോൾട്ടേജ് ഗെയിൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡിറൈവ് ചെയ്യാൻ ചോദിക്കുന്നതാണ്. ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണിത് ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്ന്. അപ്പോൾ ഇവിടെ നമുക്ക് ഓൾറെഡി നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്, V1 ആൻഡ് I2 എന്ന് പറയുന്ന രണ്ട് ഇക്വേഷൻസ് നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. സോ V1ൻ്റെ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി സോൾവ് ചെയ്തു. ദറ്റ് ഇസ് H1I1 പ്ലസ് HR ഇൻറ്റു V2 എന്ന് പറയുന്നത് ഡിപ്പെൻഡൻറ്റ് വോൾട്ടേജ് സോഴ്സ്, ഡിപ്പെൻഡൻറ്റ് കറണ്ട് സോഴ്സ്, ദറ്റ് ഇസ് ആൻ അഡ്മിറ്റൻസ് ആൻഡ് ഇമ്പിഡൻസ്, കാര്യങ്ങളെല്ലാം കാണും. ഓൾറെഡി നമ്മൾ ഇത്രയും സെഷൻ കംപ്ലീറ്റ് ചെയ്തതാണ്. ഇറ്റ്സ് എ 2-port നെറ്റ്വർക്ക്, BJTയുടെ 2-port നെറ്റ്വർക്കാണ്. ദെൻ നമ്മൾ എക്സ്ട്രാ ആയിട്ട് എക്സ്റ്റേണലി കണക്ട് ചെയ്ത സാധനങ്ങൾ, സോഴ്സ്, ഒരു AC സോഴ്സ് VS, അതിൻ്റെ സോഴ്സ് റെസിസ്റ്റൻസ് ഇൻ സീരീസ്, വോൾട്ടേജ് സോഴ്സിന് ഒരു സീരീസ് റെസിസ്റ്റൻസ് ആയിരിക്കും എന്ന് പറഞ്ഞിരുന്നു. VS ആൻഡ് RS in series and a load RLS connected across the output terminal or port 2. അപ്പം ഇത്രയും കാര്യങ്ങൾ ആണ് ചെയ്യുന്ന ഒരു ആംപ്ലിഫിക്കേഷൻ എങ്ങനെയാണ്, അതിൻ്റെ കറണ്ട് ഗെയിൻ എത്രയാണ് ഈ ഒരു ആംപ്ലിഫയറിൻ്റെ എന്നൊക്കെയാണ്. നമ്മൾ സിംപ്ലിഫിക്കേഷന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഇക്വലന്റ് സർക്യൂട്ടിലേക്ക് പോയത്. അപ്പം ഇത് നോക്കാം നമുക്ക്. കറണ്ട് ഗെയിൻ എന്ന് പറയുന്നത് ഈ സിസ്റ്റത്തിൻ്റെ കറണ്ട് ഗെയിൻ ഓഫ് ദിസ് സിസ്റ്റം. കറണ്ട് ഗെയിൻ എന്ന് പറഞ്ഞാൽ എന്താ, ഗെയിൻ എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് ബൈ ഇൻപുട്ടാണ്. കറണ്ട് ഗെയിൻ എന്ന് പറഞ്ഞാൽ നോർമലി റെപ്രസെൻ്റ് ചെയ്യുന്നത് AI എന്നാണ്. AI എന്ന് പറയുമ്പോൾ എന്താ വരുന്നത്, ഔട്ട്പുട്ടിലെ കറണ്ട് ഗെയിൻ എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ടാണ്. കറണ്ട് ഗെയിനാണ്, ദറ്റ് ഇസ് ഔട്ട്പുട്ട് കറണ്ട് ബൈ ഇൻപുട്ട് കറണ്ട്. ഔട്ട്പുട്ട് കറണ്ട് ഈസ് IL. ലോഡിൽ കിട്ടുന്ന കറണ്ടാണ് ഔട്ട്പുട്ട് കറണ്ട്. IL ഡിവൈഡഡ് ബൈ ഇൻപുട്ടിലെ കറണ്ട്. സീരീസിലാണ് ഈ എലമെൻറ്റ്സ് എല്ലാം. സോ ഇൻപുട്ട് കറണ്ട് ഈസ് I1. സോ IL ഡിവൈഡഡ് ബൈ I1 ആണ് നമുക്ക് വേണ്ട. IL ഈസ് ഔട്ട്പുട്ട് കറണ്ട് ഡിവൈഡഡ് ബൈ ഇൻപുട്ട് കറണ്ട് I1. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി സംസാരിച്ച് കഴിഞ്ഞത് V1, I1, V2, I2 എന്ന് പറയുന്ന പോർട്ടിലെ പാരാമീറ്റേഴ്സാണ്. സോ I2 എന്ന് പറയുന്നത് ഇൻ ടു ദ നെറ്റ്വർക്കാണ്. നമ്മൾ 2-port നെറ്റ്വർക്ക്സ്
എച്ച് പാരാമീറ്റർ പറഞ്ഞപ്പോഴേ പറഞ്ഞിരുന്നു. സോ ഐ എൽ എന്ന് പറയുന്നത് ലോഡിലേക്കുള്ള കറണ്ടായിട്ടാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. സോ I2 ആൻഡ് IL ആർ സെയിം ഇൻ മാഗ്നറ്റ്യൂഡ്. I2 എന്ന് പറയുന്നത് IL തന്നെയാണ്, ബട്ട് ദേ ആർ ഇൻ ഓപ്പോസിറ്റ് ഡിറക്ഷൻ. സോ ഒരു മൈനസും കൂടെ വരും. I2 = -IL ആണ്. സോ നമുക്ക് ILന് പകരം -I2 എന്ന സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. Therefore AI is -I2/I1. ദെൻ നമ്മുടെ കയ്യിൽ ഓൾറെഡി I2ൻ്റെ ഇക്വേഷൻ ഉണ്ട്. I2 എന്ന് പറയുന്നത് ഇസ് എ സം ഓഫ് കറണ്ട് ത്രൂ ദിസ് ആൻഡ് കറണ്ട് ത്രൂ ദിസ് വൺ. കറണ്ട് ത്രൂ ദിസ് വൺ എന്ന് പറയുന്നത് HO × V2 ആണ്. HO is the admittance. അഡ്മിറ്റൻസ് എന്ന് പറഞ്ഞാൽ I/V2 ആണ്, I2/V2 ആണ്. സോ I2ൻ്റെ ഫാക്ടർ തന്നെയാണ് കിട്ടുക, കറണ്ടാണ് കിട്ടുക. ദെൻ ഇതെന്ന് പറയുന്നത് ഇസ് എ കറണ്ട് കൺട്രോൾഡ് കറണ്ട് സോഴ്സ് HF × I1. സോ ഈ ഇക്വേഷനാണ് നമുക്ക് സെക്കൻഡ് ഇക്വേഷൻ ഓഫ് H പാരാമീറ്റർ നെറ്റ്വർക്ക്. അപ്പോൾ നമുക്ക് I2 കിട്ടി, I2ൻ്റെ വാല്യൂ ഉണ്ട്. ദെൻ ഔട്ട്പുട്ട് V2ൻ്റെ എക്സ്പ്രഷൻ വേണം. V2ൻ്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് V2 = അപ്പം നമുക്ക് വേണ്ട ഒരു ഫോമിലേക്ക് നമ്മൾ കൊണ്ടുവരികയാണ്. നമുക്ക് വേണ്ടത് ഇൻ ടേംസ് ഓഫ് I2 ആൻഡ് I1 ആണ്. I2 ആൻഡ് I1ൻ്റെ വാല്യൂ ആണ്, I2/I1 ആണ് നമുക്ക് വേണ്ടത്. -I2/I1 വേണം. സോ I2ൻ്റെ എക്സ്പ്രഷൻ നമുക്ക് കിട്ടി. ഈ I2ൻ്റെ എക്സ്പ്രഷനിൽ കോൺസ്റ്റൻറ്റ് ടേംസ് HF HO ഉണ്ട്. ദെൻ I1 ഉണ്ട്, I2 ആൻഡ് I1 ഉണ്ട്. V2നെയും കൂടെ നമുക്ക് ഒരു I1ൻ്റെ ഫോമിലേക്കോ I2ൻ്റെ ഒരു ഫോമിലേക്കോ ഇൻ ടേംസ് ഓഫ് I2 or I1 നമുക്ക് V2നെയും കൂടി മാറ്റണം. സോ V2 എന്ന് പറയുന്നത് കണ്ടോ, ഈ ഒരു ടെർമിനലിലെ പൊട്ടൻഷ്യൽ, സെക്കൻഡ് പോർട്ടിൻ്റെ പൊട്ടൻഷ്യലാണ് V2. V2 = എന്താണെന്ന് എഴുതാം, IL × RL എന്ന് എഴുതാം. V2 is voltage across this load. Voltage across the load V2 = IL × RL എന്ന് നമുക്ക് എഴുതാം. IL is nothing but -I2 എന്ന് ഓൾറെഡി പറഞ്ഞിരുന്നു. സോ -I2 × RL എന്നാണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിരിക്കുന്നത്. സോ നമ്മൾ ഈ V2ൻ്റെ വാല്യൂ നമ്മുടെ I2ൻ്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ I2 = HF × I1 പ്ലസ് H0 × V2ന് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂഷനാണ് കൊടുത്തത്, -I2 × RL. സോ നമുക്ക് ഈ ഒരു ഇക്വേഷനകത്ത് നിന്ന് തന്നെ സോൾവ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ഈ I2 = എന്തൊക്കെയുണ്ട് ടേമിൽ, I2 ഉണ്ട്, I1 ഉണ്ട്, I2 ഉണ്ട്, ബാക്കിയൊക്കെ കോൺസ്റ്റൻസ് ആണ്. സോ ഇൻ ടേംസ് ഓഫ് I2 ആൻഡ് I1ലേക്ക് നമ്മുടെ ഇക്വേഷൻ മാറിക്കഴിഞ്ഞു. ദെൻ അതിനെ സോൾവ് ചെയ്ത് I2/I1 കണ്ടുപിടിക്കുക. I2/I1ന് മൈനസ് കൊടുക്കുമ്പോൾ നമുക്ക് കറണ്ട് ഗെയിൻ ഓഫ് ദിസ് കോമൺ എമിറ്റർ ആംപ്ലിഫയർ -I2/I1ൻ്റെ എക്സ്പ്രഷൻ കിട്ടും. ഈ എക്സ്പ്രഷൻ വെച്ചിട്ട് പ്രോബ്ലംസ് ചോദിക്കാം. ഇവ ഇങ്ങനെ തന്നെ ഡിറൈവ് ചെയ്യാനും ചോദിക്കാം. കറണ്ട് ഗെയിൻ ഓഫ് എ ജനറൽ ആംപ്ലിഫയർ ഓർ കോമൺ എമിറ്റർ ആംപ്ലിഫയർ എന്ന് ചോദിക്കാവുന്ന ക്വസ്റ്റ്യനാണ്. ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനുമാണ്. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് സോൾവ് ചെയ്തെടുക്കാം, ഇതുപോലെ സിമ്പിളാണ്. I2 ഇൻ ടേംസ് ഓഫ് I1 ആൻഡ് I2 തന്നെ ആക്കി. ദെൻ I2 = HF × I1 എന്തെഴുതാം, -H0 RL × I2 എന്ന് എഴുതാം. ദെൻ ഇവിടെ ഒരു I2ൻ്റെ ടേം വരുന്നുണ്ട്, ഇവിടെ ഒരു I2ൻ്റെ ടേം വരുന്നുണ്ട്. അത് നമുക്ക് കോമൺ എടുക്കാം. നമുക്ക് വേണ്ടത് I2/I1 ആണല്ലോ. സോ I2 നിങ്ങൾ കോമൺ എടുക്കുക. I2 = 1 + H0 RL എന്ന് കിട്ടും, which is equal to HF/I1. സോ I2 / I1 എന്ന് പറയുന്നത് HF/1 + H0 RL എന്ന് കിട്ടും. അതാണ് ഇവിടെ കിട്ടിയത്, HF/1 + HO RL. I2/I1 ആണ് കിട്ടിയത്. അപ്പോൾ -I2/I1 ആണ് നമുക്ക് വേണ്ടത്. സോ -I2/I1 എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് മൈനസ് കൊടുത്താൽ മതി. കണ്ടില്ലേ, AI is -I2/I1 which is equal to -HF/1 + HO RL. നിങ്ങളിതൊരു ബോക്സിലൊക്കെ ആക്കി വെക്കണം. ഇത് നമുക്ക് എക്സാമിന് ഇങ്ങനെ തന്നെ ചോദിക്കുന്നതാണ്. ഒന്നുകിൽ പ്രോബ്ലമായിട്ട് ചോദിക്കുമ്പോൾ ഇത് ഡിറൈവ് ചെയ്തെടുക്കാനൊന്നും പറ്റില്ല, ഇതിങ്ങനെ ബൈ ഹാർട്ട് ചെയ്യേണ്ടി വരും. നെക്സ്റ്റ് ഇൻപുട്ട് റെസിസ്റ്റൻസ് ഓർ ഇൻപുട്ട് ഇംപിഡൻസ്. അടുത്ത പാരാമീറ്റർ എന്ന് പറയുന്നത് ഇൻപുട്ട് ഇംപിഡൻസ് ആണ്. ഇൻപുട്ട് ഇംപിഡൻസ് എന്ന് പറയുന്നത്
കണ്ടില്ലേ, RI ഇൻപുട്ട് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ RI അല്ലെങ്കിൽ ഇൻപുട്ട് ഇമ്പിഡൻസ് ZI എന്ന് റെപ്രസെൻറ്റ് ചെയ്യും. നമുക്കറിയാം ഇൻപുട്ടിലെ ഇമ്പിഡൻസ് എന്ന് പറയുന്നത് ഇൻപുട്ട് പോർട്ടേഴ്സ് V1, കറണ്ട് ത്രൂ ദിസ് ഫസ്റ്റ് പോർട്ട് ഓർ ഇൻ ടു ദ പോർട്ട് 1 is I1. So input impedance RI or ZI is V1 by I1. V1 ആണ് ഇവിടുത്തെ പൊട്ടൻഷ്യൽ, I1 ആണ് കറണ്ട്. സോ V by I ആയിരിക്കുമല്ലോ റെസിസ്റ്റൻസ്. സോ നമുക്ക് V1ൻ്റെ എക്സ്പ്രഷൻ അറിയാം. V1 is H11 I1 അല്ലെങ്കിൽ HI1 പ്ലസ് HRV2. നിങ്ങൾ അറിയേണ്ട അത്ര മാത്രമേ ഉള്ളൂ. ഹൈബ്രിഡ് മോഡൽ ഓർ H പാരാമീറ്റർ ഇക്വലൻറ്റ് ഓഫ് BJT അറിഞ്ഞിരിക്കുക. എക്സ്പ്രഷൻ അതിൻ്റെ രണ്ടിൻ്റെ V1 ആൻഡ് I2ൻ്റെ എക്സ്പ്രഷൻസ് അറിഞ്ഞിരിക്കുക. സോ നമുക്കിവിടെ V1 ആണ് വേണ്ടത്. V1നെ ഇൻ ടേംസ് ഓഫ് I1ലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് സോൾവ് ചെയ്യാൻ എളുപ്പമാണ്. സോ V1 എന്ന് പറയുന്നത് എക്സ്പ്രഷൻ HI1 പ്ലസ് HRV2 ആണ്. V2 നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഔട്ട്പുട്ട് ടെർമിനലിൻ്റെ പൊട്ടൻഷ്യൽ -I2 RL എന്നിങ്ങനെ വന്നു എന്ന് പറഞ്ഞു. ദെൻ നമ്മൾ V2 -I2 RL എന്നിവിടെ സബ്സ്റ്റിറ്റ്യൂഷൻസ് കൊടുക്കുക. V2ന് പകരം -I2 RL എന്ന് കൊടുത്തു. സോ നമുക്ക് കിട്ടിയത് ഈ ഇക്വേഷൻ എങ്ങനെ മാറി? V1 is in terms of I1 ആൻഡ് I2ലേക്ക് മാറി. സോ നമുക്ക് V1 by I1 ആണ് വേണ്ടത്. അപ്പം ഈ ഒരു ഇക്വേഷനകത്തുനിന്ന് ഈ ഇക്വേഷനകത്ത് V1 by I1 എന്ന് നമ്മൾ എഴുതുന്നു. ഇതിനെ V1 ഡിവൈഡഡ് ബൈ I1 എന്ന് എഴുതുമ്പോൾ ഫസ്റ്റ് ടേം എന്ത് മാത്രം വരും? I1 ഓൾറെഡി ഡിവൈഡായി. തന്നെ എന്തുണ്ട്? HI പ്ലസ് എന്തും കൂടെ വരും? HR. ഈ ഒരു ടേമിനകത്ത് I1 ഇല്ലായിരുന്നല്ലോ. സോ നമുക്ക് എന്ത് ചെയ്യണം? I1 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പം നമ്മളിവിടെ ചെയ്തത് V1 എന്ന് പറയുന്ന എക്സ്പ്രഷനിൽ V2ന് -I2 RL എന്ന സബ്സ്റ്റിറ്റ്യൂഷൻസ് കൊടുത്തു. ഇനി നമ്മൾ ഈ ഒരു ഹോൾ ഇക്വേഷന് I1 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. സോ നമുക്ക് കിട്ടുന്നത് V1 ഡിവൈഡഡ് ബൈ I1. ദെൻ HI1 ബൈ I1 ചെയ്താൽ എന്ത് കിട്ടും? HI മാത്രമേ ഉള്ളൂ പ്ലസ് HR ഇൻറ്റു -I2 RL എന്ന് പറയുന്ന ടേമിനെയും I1 കൊണ്ട് I2 RL എന്ന് പറയുന്ന ടേമിനെ I1 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പം നമുക്ക് കിട്ടുന്ന എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. V1 ഓർ VI ബൈ I1. VI എന്ന് പറയുന്നത് V1 തന്നെയാണ് കേട്ടോ, ഇൻപുട്ടിൽ വോൾട്ടേജ്. V1 by I1 is HI പ്ലസ് HR ഇൻറ്റു -I2 by I1 ഇൻറ്റു RL എന്ന് കിട്ടും. ഇത് നമുക്ക് ഓൾറെഡി -I2 by I1 കണ്ടുപിടിച്ച് കഴിഞ്ഞാണ്. -I2 by I1 is എന്ത് തന്നെയാണ്? AI ഓർ കറണ്ട് ഗെയിൻ. -I2 by I1 എന്ന് പറയുന്നത് കറണ്ട് ഗെയിൻ ഓഫ് ആംപ്ലിഫയർ ആണ്. സോ AI എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, അല്ലെങ്കിൽ AIയുടെ വാല്യൂയോടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇവിടെ RI V by I V1 by I1 or VI by II ഇൻപുട്ട് ഇംപിഡൻസ് ഈസ് RI എന്ന എക്സ്പ്രഷൻ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്, വിച്ച് ഈസ് ഈക്വൽ ടു HI പ്ലസ് HR ഇൻറ്റു -I2 by I1 ഈസ് AI ഇൻറ്റു RL. ഇത്രയേ ഉള്ളൂ. എയുടെ വാല്യൂ പഠിച്ചു വയ്ക്കണം എന്ന് ഞാൻ പറഞ്ഞിരുന്നു. -HF by 1 + HO RL. സോ അതങ്ങനെ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. ഈ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇതുപോലെ എക്സ്പ്രഷൻ കിട്ടും ഇൻ ടേംസ് ഓഫ് ഹൈബ്രിഡ് പാരാമീറ്റേഴ്സ് ആൻഡ് ലോഡ് റെസിസ്റ്റൻസ്. നെക്സ്റ്റ് എന്ന് പറയുന്ന അടുത്ത പാരാമീറ്റർ, അടുത്ത വാല്യൂ എന്ന് പറയുന്നത് വോൾട്ടേജ് ഗെയിൻ ആണ്. വോൾട്ടേജ് ഗെയിൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? AV എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് വോൾട്ടേജ് ഗെയിന്. AV എന്ന് പറയുന്നത് V2 by V1, ദാറ്റ് ഈസ് ഔട്ട്പുട്ട് വോൾട്ടേജ് ബൈ അല്ലെങ്കിൽ സെക്കൻഡ് പോർട്ടിലെ വോൾട്ടേജ് ബൈ ഫസ്റ്റ് പോർട്ടിലെ വോൾട്ടേജ്. അതാണല്ലോ ഗെയിൻ എന്ന് പറയുന്നത്. ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് V2 by V1. V2 is nothing but -I2 RL divided by V1. അപ്പോൾ നമുക്ക് AV ആണ് വേണ്ടത്. ഇത് വോൾട്ടേജ് ഗെയിനാണ്, V2 by V1 ആണ് വേണ്ടത്. അപ്പം നമ്മുടെ ഇക്വേഷനെ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും I1 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. നമുക്ക് ആ ഒരു AV എന്ന് പറയുന്ന എക്സ്പ്രഷൻ അല്ലെങ്കിൽ AI ആയാലും AV ആയാലും ഇൻപുട്ട് ഇമ്പിഡൻസ് RI ആയാലും ഒക്കെ നമുക്ക് ഇൻ ടേംസ് ഓഫ് H പാരാമീറ്റേഴ്സ് ആൻഡ് കോൺസ്റ്റൻസ് ഔട്ട്പുട്ട് RL RS അല്ലെങ്കിൽ അതുപോലത്തെ കോൺസ്റ്റൻറ്റ് വാല്യൂസ് വെച്ചിട്ട് വേണം
നമുക്ക് ഇക്വേഷൻ കിട്ടാൻ. സോ നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് ഇതിനെ ഇങ്ങനെ റീഅറേഞ്ചിങ് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ എ വി എന്ന് പറയുന്ന V2/V1 ആണ്. V2 ഇസ് -I2RL/V1. സോ ഇതിനെ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്ററിനെ I1 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഈ ന്യൂമറേറ്ററിനെ ഡിവൈഡ് ചെയ്ത് എന്ത് കിട്ടും? -I2RL/I1 -I2RL/I1. സോ -I2/I1 ഇസ് AI. ഓൾറെഡി ഡിറൈവ് ചെയ്തിരുന്നു. AI is current gain of this amplifier into RL divided by V1 or VI divided by I1 ചെയ്യണം. ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ I1 ഡിവൈഡ് ചെയ്യണം. V1/I1 is നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്, RI. അപ്പോൾ നിങ്ങൾ വോൾട്ടേജ് ഗെയിൻ ഡിറൈവ് ചെയ്യാനാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരുന്നതെങ്കിൽ ആദ്യം നിങ്ങൾ കറണ്ട് ഗെയിൻ ഡിറൈവ് ചെയ്യണം. അപ്പം AI ആണ് കറണ്ട് ഗെയിൻ നമ്മൾ ഓൾറെഡി ഡിറൈവ് ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. ദെൻ V1/I1 എന്ന് പറയുന്നത് RI ആണ്. RIയുടെ വാല്യൂവും ഓൾറെഡി ഡിറൈവ് ചെയ്തതാണ്. സോ ഈ രണ്ട് വാല്യൂസും പഠിച്ചു വയ്ക്കണം. ആ വാല്യൂസാണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ഡിറൈവ് ചെയ്ത് കൊണ്ടുവരണം. AI ഡിറൈവ് ചെയ്യണം. ദെൻ RI ഇൻപുട്ട് ഇമ്പിഡൻസും ഡിറൈവ് ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അത്രേ ഉള്ളൂ. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ഓർ ഔട്ട്പുട്ട് ഇമ്പിഡൻസ് ആണ്. ഔട്ട്പുട്ട് ഇമ്പിഡൻസ് എന്ന് പറയുമ്പം നമുക്കറിയാം, ഇമ്പിഡൻസ് എന്ന് പറഞ്ഞാൽ V/I ആണ്. ഔട്ട്പുട്ട് ഇമ്പിഡൻസ് എന്ന് പറയുമ്പം ഔട്ട്പുട്ടിലെ വോൾട്ടേജ് ബൈ ഔട്ട്പുട്ട് കറണ്ട് ആണ്. സോ R ഔട്ട്പുട്ട് എന്ന് പറയുന്നത് V2/I2. ഇവിടെ ടു കാൽക്കുലേറ്റ് ദ ഔട്ട്പുട്ട് റീപ്ലേസ് സോഴ്സ് വോൾട്ടേജ് ടു 0. നമ്മൾ ഔട്ട്പുട്ടിലെ റെസിസ്റ്റൻസ്, ഔട്ട്പുട്ട് ഇമ്പിഡൻസ് എന്ന് പറയുന്നത് ഔട്ട്പുട്ട് സൈഡിൽ നിന്ന് നോക്കുമ്പോഴുള്ള സർക്യൂട്ടിൻ്റെ റെസിസ്റ്റൻസ് ആണ്. സോ നമ്മൾ സോഴ്സിൻ്റെ വോൾട്ടേജ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. സോഴ്സ് വോൾട്ടേജ് എന്ന് പറയുന്നത് RS എന്ന് പറയുന്ന വോൾട്ടേജിനെ നമ്മൾ എന്ത് ചെയ്യും? 0 ആക്കും. ദാറ്റ് ഈസ് ഷോർട്ട് സർക്യൂട്ട് ചെയ്യും. ആൻഡ് RL ടു ഇൻഫിനിറ്റി, ലോഡിൻ്റെ റെസിസ്റ്റൻസ് ഇൻഫിനിറ്റി എന്ന് കൺസിഡർ ചെയ്യും. ദാറ്റ് ഈസ് ലോഡ് ഓപ്പൺ സർക്യൂട്ട് ടെർമിനലാക്കുന്നു. നമ്മൾ RTH കണ്ടുപിടിക്കാൻ ചെയ്ത അതേ മെത്തേഡാണ് ഇവിടെ ചെയ്യുന്നത്. ദാറ്റ് ഈസ് RO ഈസ് V2/I2. അപ്പം നമുക്ക് കിട്ടുന്ന I2ൻ്റെ എക്സ്പ്രഷൻ ഓൾറെഡി ഉണ്ട്. HFI1 പ്ലസ് HOV2. RO ഈസ് V2/I2. സോ I2ൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. I2ൻ്റെ വാല്യൂ ഇവിടെ ഔട്ട്പുട്ടിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ദാറ്റ് ഈസ് HFI1/HOV2. ഇൻപുട്ട് സൈഡിന് നമ്മൾ KVL അപ്ലൈ ചെയ്ത്, ഇൻപുട്ട് സൈഡിൻ്റെ KVL അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഇൻപുട്ട് സൈഡിൻ്റെ KVL എന്ന് പറയുന്നത് I1 എന്ന് പറയുന്ന ഇൻപുട്ട് കറണ്ട്, RS ആൻഡ് HI എന്ന് പറയുന്ന രണ്ട് ഇമ്പിഡൻസസ് അല്ലെങ്കിൽ റെസിസ്റ്റൻസസ് ഇൻ സീരീസ് ഇസ് ഈക്വൽ ടു -HRV2, അല്ലെങ്കിൽ I1 ഇൻറ്റു നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ഇൻപുട്ട് സൈഡിൽ I1 ഇൻറ്റു RS പ്ലസ് HI പ്ലസ് HR ഇൻറ്റു V2 0 എന്ന് വരും. ദാറ്റ് ഈസ് ഇതെന്ന് പറയുന്നത് എന്ത് വരും? I1 ഇൻറ്റു RS പ്ലസ് HI പ്ലസ് HR V2 0 എന്ന് വരും. ദാറ്റ് ഈസ് നമ്മൾ തെവനൻ ഇക്വലൻ്റ് ഒരു കണ്ടുപിടിക്കുമ്പോൾ നമ്മളെങ്ങനെ വെച്ചാൽ ലോഡ് ടെർമിനൽ RL ആണ്, ലോഡ് റിമൂവ് ചെയ്യുന്നു, ഈ സൈഡിൽ നിന്ന് നമ്മൾ നോക്കുന്നു, ഈ സർക്യൂട്ടിൻ്റെ തെവനൻ ഇക്വലൻസ് കണ്ടുപിടിക്കുന്നു. അതേ മെത്തേഡിൽ തന്നെയാണ്. ആ സമയത്ത് നമ്മൾ ഏതെങ്കിലും സോഴ്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് കൊണ്ട് റീപ്ലേസ് ചെയ്യും. VS എന്ന് പറയുന്നതാണ് സോഴ്സ്, അതിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് RS ആണ്. സോ സോഴ്സിൻ്റെ വോൾട്ടേജ് ഷോർട്ട് ചെയ്യുന്നു, അതിൻ്റെ റെസിസ്റ്റൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ. കറണ്ട് സോഴ്സ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഓപ്പൺ സർക്യൂട്ട് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. അപ്പം ഇവിടെ സോഴ്സിന് റെസിസ്റ്റൻസ് ഉള്ളതുകൊണ്ടാണ് RS അവിടെ വെച്ചിരിക്കുന്നത്. സോഴ്സിൻ്റെ ഐഡിയൽ സോഴ്സ് ആണെങ്കിൽ റെസിസ്റ്റൻസ് ഇല്ല, ഷോർട്ട് സർക്യൂട്ട് ആയിരിക്കും മൊത്തം. അപ്പം ഇത്രയുമാണുള്ളത്. ദെൻ നമ്മളതിൻ്റെ KVL എഴുതുന്നു. ഫസ്റ്റ് ലൂപ്പിൻ്റെ KVL എഴുതുമ്പം ഇവിടെ ഷോർട്ട് സർക്യൂട്ട് ആയിരിക്കും, ഇത് ഇത്രയും ഷോർട്ട് സർക്യൂട്ടഡ് ആയിരിക്കും, VS ഉണ്ടാവില്ല അവിടെ. അപ്പം V1 എന്ന് പറയുന്ന പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ അവിടുത്തെ വോൾട്ടേജ് എന്തിന് ഈക്വലായിട്ട് വരും? I1 ഇൻറ്റു HI പ്ലസ് RS ഇസിക്കൽ ടു -HR V2 എന്ന് വരും. അതാണ് KVL ഓഫ് ഫസ്റ്റ് ലൂപ്പ് ഇൻപുട്ട് സൈഡ്. സോ ഇതിൽ നിന്ന് നമുക്ക് I1 ഇസിക്കൽ ടു -HR V2/RS പ്ലസ് HI എന്ന് കിട്ടും. ദെൻ നമുക്ക് വേണ്ടത് ഔട്ട്പുട്ടാണ്, R ഔട്ടാണ്. R ഔട്ട് ഇസിക്കൽ ടു V2 ബൈ, ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇതിൽ
I1 സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. I1 ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഈ I1ൻ്റെ വാല്യൂ ഈ ഇക്വേഷനിൽ I1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സോൾവ് ചെയ്യുക, അത്രേ ഉള്ളൂ. ഇൻ ടേംസ് ഓഫ് RS, HI ആൻഡ് HO, HR ടേമിലാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ തന്നെ സോൾവ് ചെയ്യുക. ഹൈബ്രിഡ് പാരാമീറ്റേഴ്സിൻ്റെ മാത്രം വാല്യൂയിലേക്ക് എഴുതുക.